ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു ചെറിയൊരു യാത്രയിലാണ്. ചെറിയൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടിയിലാണ് ശരിക്കും നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നൊരു അവധി ദിവസം ഓഫീസിൻ്റെ അവിടെ നിന്ന് ഒന്ന് കറങ്ങാൻ വേണ്ടി ചുമ്മാ ഒന്ന് ഇറങ്ങിയത് അട്ടപ്പാടിയിലേക്ക്. ഒരു 2 മണിക്കൂർ സമയം കിട്ടുമ്പോൾ നമ്മളെ സ്ഥിരം വേട്ടമൃഗമാണ് അട്ടപ്പാടി. ഒന്നെങ്കിൽ ഊട്ടി അല്ലെങ്കിൽ അട്ടപ്പാടി. ഇതാണ് അഷ്റഫ്ക്ക പോകുന്ന സ്ഥലങ്ങൾ. അപ്പം ഇന്ന് പറഞ്ഞാൽ അട്ടപ്പാടിക്ക് പോകാൻ അധികം ദൂരമില്ല. മണ്ണാർക്കാട് നിന്ന് എത്ര ഒരു 25 അല്ലേ 25-30 കിലോമീറ്റർ ചുറ്റളവിലാണ് അട്ടപ്പാടി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, നമ്മൾ തമ്മിൽ അടിച്ചു പിരിഞ്ചോന്ന്. ജോജി ഞാനും അടിച്ചു പിരിഞ്ച്. എന്റെ വീട്ടിൽ പറയാറുണ്ട്, നിങ്ങൾ തമ്മിൽ തെറ്റിയോ, നിങ്ങളിപ്പോ വലിയ ആളായപ്പോ മറ്റൊന്നെ ഉപേക്ഷിച്ചോ. ആരാ വലിയ ആളായത്? അതെ, പൊക്കം കൊണ്ട് ശരിയാണ്, പൊക്കം കൊണ്ടായിരിക്കും. ഇത് സ്ഥിരമുള്ളതാണ്. നിങ്ങളും ബീബ്രയായിട്ട് അങ്ങനെ ചോദിക്കും ചില ആൾക്കാര്. ചിലര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങളും ബീബ്രയായിട്ടുള്ള ഒരു യാത്ര ഇനി എപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റുകയെന്നൊക്കെ ഭയങ്കര സ്നേഹത്തോടെയും ചോദിക്കാറുണ്ട് ആൾക്കാർ. എപ്പോഴാ ഇതൊന്ന് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം അങ്ങനെ കിട്ടാറില്ല. ഇദ്ദേഹം ഒരു വഴി കൂടെ പോകുമ്പോൾ ഞാൻ വേറൊരു വഴി കൂടെ പോകും. ഞാൻ ഒരു സ്ഥലത്തെത്തുമ്പോഴത്തേന് ഇതേ ആ സമയത്തെത്തില്ല. ഇന്നിപ്പോ പോകാൻ പറ്റിയ ഒരു സാഹചര്യം കിട്ടി. കാരണം നമ്മൾ രണ്ടുപേരും നമ്മളെ ഗ്യാസ് ഡ്രൈവ് CNG ഫിറ്റ്മെന്റ് സെന്ററിൽ നമുക്ക് ഇന്ന് അവധിയാണ്. നമ്മൾ അവിടെ വന്നാണ് വേറൊരു ആവശ്യം വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് സമയം കിട്ടി. മണ്ണാർക്കാട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് സമയം ഉണ്ടായപ്പോ നമ്മൾ നേരെ ഇങ്ങോട്ട് പാടിക്കുന്ന കയറിയതാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിന്റെ പേരെന്താണ്? മേലെമുള്ളി. നമുക്കറിയാം, അട്ടപ്പാടിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണ്, ബോർഡർ സ്ഥലമാണ് മുള്ളി. ആ വഴി പണ്ട് നമുക്ക് ഊട്ടിയിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ പോകാൻ പറ്റില്ല, അവിടെ ബ്ലോക്കാണ്. അപ്പൊ ഞങ്ങൾ വെറുതെ ആ ചെക്ക് പോസ്റ്റ് വരെ ഒന്ന് വന്നിട്ട് നമ്മൾ മുൻപ് പോയിട്ടില്ലാത്തൊരു റോഡ് കണ്ടപ്പോ അങ്ങോട്ട് വന്നതാണ്. അതാണ് മേലെമുള്ളി. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. മലയുടെ താഴ്വാരത്തായിട്ട് ഒരു ഗ്രാമം. കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. കൂടുതലും ഓട് മേഞ്ഞ വീടുകൾ ഇവിടെ കാണും അല്ലേ? നല്ല ഇപ്പൊ പുതിയതായിട്ട് വന്ന കോൺക്രീറ്റ് വീടുകൾ അങ്ങനെ അധികമില്ല. പക്ഷെ ഈ ഓട് മേഞ്ഞ ഒരു പഴയ ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തമിഴ് ഗ്രാമം. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മറ്റേ ഇതിൽ കാണുന്ന പോലത്തെ സ്ഥലം ഇത് നൻപകൽ നേരത്തെ മയക്കം. ആ ഒരു നേരെ മുമ്പിൽ ഒരാള് അതേപോലെ മയങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നൻപകൽ നേരമാണ്. അത് ശരിയാ, നമ്മള് സമയം ആ ഒരു ഷോട്ട് എടുത്ത് ഇതിനെ കൂടെ കാണിച്ചേക്ക്. അത് കാണിച്ചേക്കാം. അപ്പൊ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെ അട്ടപ്പാടിയിലൂടെയുള്ള ഒരു ചെറിയ യാത്രയാണ്. അഷ്റഫ്ക്ക നമ്മോടൊപ്പം ഉണ്ട്. പിന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. ഇതാണ് നമ്മുടെ പുതിയ സുഹൃത്ത്. പേര് പറഞ്ഞ് പരിചയപ്പെടും. അഭിഷേക്. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് കേട്ടോ. വീടും കൂടെ പറ. പൂഞ്ഞാറ്, പാല, ഇരാറ്റുപേട്ട, പൂഞ്ഞാറ്. നമ്മുടെ PC ജോർജിന്റെ ഒക്കെ നാട് അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. എന്താ കഴിഞ്ഞെന്ന് കൂടെ പറഞ്ഞേരെ. ഞാൻ ബികോം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇന്ന് എന്റെയോടൊപ്പം അട്ടപ്പാടി അല്ലേ? എങ്ങനെയുണ്ട് അട്ടപ്പാടി വന്നിട്ട്? കൊള്ളാമല്ലേ? ഒരു ചെറിയൊരു ഗ്രാമം കണ്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. സമയം ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം അട്ടപ്പാടി അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഒരുമിച്ച് പോയി കാണാം. അങ്ങനെ ഗ്രാമത്തിലൂടെ ഓരോ കാഴ്ചകൾ കണ്ടു കിടക്കുന്ന സമയത്ത് വളരെ യാദൃശ്യമായി കണ്ട ഒരു കാഴ്ചയാണ് ഒരു ഫ്ലെക്സ്. ഫ്ലെക്സ് ബാനർ കെട്ടിയിരിക്കുന്നു. അതെ, ഋതുമതി ചടങ്ങ്. ആ വാക്ക്, ആ അക്ഷരം പറയാൻ കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഇവനോട് പറയാൻ, അപ്പൊ അവൻ പറഞ്ഞ എന്നോട് പറയാൻ ഋതുമതി. ഋതുമതി. അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു അല്ലേ, അത് ചില കമ്മ്യൂണിറ്റീസിലൊക്കെ വയസ്സ് അറിയിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചടങ്ങ്. അവരെങ്ങനെ മഞ്ഞളൊക്കെ തേച്ചിട്ട് അവരെങ്ങനെ ഇരുത്തിയിട്ടുള്ളത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ അട്ടപ്പാടിയുടെ ഒരു ഉൾഗ്രാമത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു ബാനർ ഉണ്ട്. എന്നാൽ പിന്നെ ഈ ചടങ്ങൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങി അല്ലേ. വയസ്സറിയിക്കൽ ചടങ്ങ്, ഋതുമതി ചടങ്ങ്. അങ്ങനെ അപ്പൊ എന്തായാലും അങ്ങനെ ബാനർ കണ്ടായിട്ട് അവിടെ ചെന്നു. അവിടെ എത്തിയപ്പോഴത്തേനും നമ്മളെ അവർ നല്ല രീതിയിൽ നമ്മളെ വെൽക്കം ചെയ്തു. ആരാണ്, എവിടുന്നാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഞങ്ങൾ പറയും ഇങ്ങനെ ഗ്രാമമൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അതിനെന്താ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കുകയൊക്കെ ഉണ്ടായി. പിന്നെ അവിടെ ആ വയസ്സറിയിക്കൽ ചടങ്ങ് നടക്കുന്ന കുട്ടി നിവീന അങ്ങനെ എന്തോ പേര്, ആ കുട്ടി ആയിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് വിഷ്വൽസ് ഒക്കെ നമ്മൾ എടുത്തു. അതായത് അവിടെ ഒരു പന്തലുണ്ട് ഇങ്ങനെ കുറച്ച് അലങ്കരിച്ചിട്ട്, പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിരുന്ന ടൈപ്പ് നമ്മളെ വർണ്ണക്കടലാസ് കൊണ്ടൊക്കെ അലങ്കരിച്ച പന്തലാണ് കേട്ടോ. സാരിയൊക്കെ പണ്ടൊക്കെ നമ്മളെ കല്യാണ പന്തലിൽ സാരി ആയിരുന്നില്ല, അതുപോലെ സാരിയൊക്കെ കൊണ്ട് അലങ്കരിച്ച ഒരു അവരുടെ വീടാണ്. വീടിന്റെ മുമ്പിൽ പിന്നെ അതിന്റെ അപ്പുറത്ത് വലിയ പന്തലിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള നിങ്ങളവിടെ ഉണ്ടോ ഈ കുറിക്കല്യാണം? സംഭാവന കൊടുക്കുമല്ലോ. ഞങ്ങളുടെ നാട്ടിൽ കുറിക്കല്യാണം എന്നാ പറയാ. പിന്നെ മറ്റേ സിനിമയിലില്ലേ
പൊന്മാൻ സിനിമയില് ഉണ്ടല്ലോ ഈ ക്യാഷ് കൊടുക്കുകയും അത് എഴുതി അത് എഴുതി വെക്കുന്ന വെക്കുന്ന പരിപാടി. ഞാനത് കണ്ട് ഞാൻ ചോദിക്കണം എന്ന് ഓർത്താണ്. നമ്മുടെ അവിടെ ഇല്ല, എന്റെ വീട്ടില് നാട്ടിലേക്ക് ഞങ്ങളുടെ നാട്ടിലെ അത് പഴയ കാലത്തെ ഒരു വലിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു സാമ്പത്തിക സിസ്റ്റമാണ് അത്. ശരിക്കും അടിപൊളി പരിപാടിയാണ്. ഇപ്പൊ അത് ഞങ്ങളുടെ നാട്ടിലും വളരെ കുറഞ്ഞു. അത് നമുക്ക് എത്ര വേണം കൊടുക്കാം? നമ്മൾ അത് എഴുതി വെക്കും, പിന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഇരട്ടിയാ കൊടുക്കുക. ഓ അങ്ങനെ. ഇപ്പൊ 500 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആളുടെ അടുത്ത് പോകുമ്പോൾ 1000 കൊടുക്കണം. അങ്ങനെയല്ല. അപ്പൊ ഞാൻ നിന്റെ പരിപാടിക്ക് നിനക്കൊരു ആവശ്യം വരുമ്പോഴാണ് നീ കുറുക്കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഞാൻ വരുമ്പോ ഞാൻ നിനക്ക് 100 രൂപ തന്നു. പിന്നെ എനിക്കൊരു ആവശ്യം വരുമ്പോൾ ഞാൻ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ഞാൻ ചെയ്യും. അപ്പൊ നീ എനിക്ക് 200 തരും. ഓ അങ്ങനെയാണ്. അതായത് ഒരു ആവശ്യം വരുമ്പോൾ അയാൾക്ക് നാട്ടിൽ എല്ലാവരും കൂടി സഹായിച്ചിട്ട് വലിയൊരു സംഖ്യ അയാൾക്ക് കിട്ടും. അത് എല്ലാ ചടങ്ങുകൾക്കും ഉണ്ടാവുമോ? അല്ലല്ല, ചിലപ്പോ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കും. കുറുക്കല്യാണം മാത്രമായിട്ട് വെക്കും. ഏതെങ്കിലും ഹോട്ടലിൽ വെച്ചിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു ചായയും ഒരു മുട്ട പുഴുങ്ങിയതൊക്കെ കൊടുക്കും. ശരി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഭക്ഷണമായിരുന്നു, പൊറോട്ടയും ബീഫും ഒക്കെ ആയിരുന്നു. പിന്നെ കളക്ട് ചെയ്യുന്ന പൈസ അതിന് തികയുള്ളൂ. അതിനുശേഷം പിന്നെ കോഴിമുട്ടയും ചായ ആക്കി മാറ്റിയത്. കല്യാണങ്ങളോടനുബന്ധിച്ചിട്ട് മിക്കവാറും ഉണ്ടാവും. ഇത് പിന്നെ ഇത് മാത്രമായിട്ടുണ്ടാവും. എന്തായാലും അങ്ങനെ പരിപാടി അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ച് അവർ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മൾ ക്ഷണിച്ചു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഓരോന്ന് കണ്ട് ഗ്രാമത്തിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു കേട്ടോ. വളരെ പാട്ടും ആഘോഷമൊക്കെയാണ്. അറിയാലോ, ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതിൻ്റെതായ ആഘോഷങ്ങളും സന്തോഷവും. അവിടെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അവിടെ ഭയങ്കര വോളത്തിൽ പാട്ട് വയ്ക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മളിതാ ഈ ഒരു ഗ്രാമത്തിലൂടെ മറ്റു കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു കട കണ്ടു. ഗ്രാമത്തിൽ സാധാരണ കാണുന്ന പോലെ തന്നെ ഒരേ ഒരു കട, ഒറ്റ കട. എല്ലാ ഗ്രാമത്തിലും കാണും ഇത്. അത്രേ ഇവിടെ ജനസംഖ്യ ഉണ്ടാവുള്ളൂ ഒരു കടക്കുള്ള. ശരിയാ. പിന്നെ ഒരു നല്ല മനോഹരമായ ഒരു ആൽമരം, ഒരു കോവില് അതിനോട് ചേർന്ന് അങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇത് ചോദിച്ച് മനസ്സിലാക്കി, അഷ്റഫിക്ക ചോദിച്ച് മനസ്സിലാക്കി, ഇവിടെ ഒരു ടവർ പോലെ ഒരു സംഭവം. എന്താന്ന് അതിന് പറഞ്ഞ പേര്? നല്ല മഴ വരുന്നുണ്ട് സൗണ്ട്. അങ്ങനെ അനൗൺസ് ചെയ്യും. ഓ ഓക്കെ ഓക്കെ. എന്തോ പറഞ്ഞവര് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്ന എന്തോ ഒരു സംവിധാനമാണ്, അതാണ് മനസ്സിലായത്. ഭയങ്കര മഴ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് അനൗൺസ് ചെയ്യും, സൈറൺ മുഴങ്ങും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ശരി. അപ്പൊ ഇവര് ഒരു അലർട്ടായിട്ടിരിക്കാനാണ്? ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇതിന്റെ സന്ദേശങ്ങൾ എവിടെ നിന്നായിരിക്കും വരിക? സർക്കാർ സംവിധാനം, പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇതില്ലേ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇങ്ങനത്തെ സംവിധാനം ഉണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് എനിക്ക് അറിയില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇല്ലേ, അവർക്ക് ഇങ്ങനെ മൊത്തം ഇത് അലർട്ട് കൊടുക്കുന്ന സംവിധാനം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തായാലും ഒരു സംവിധാനം ഇവിടെ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ലേ ഗ്രാമങ്ങളിൽ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ലേ. ഒരു വെറൈറ്റി സാധനം. നമ്മൾ വന്നപ്പോൾ തന്നെ ആദ്യം കണ്ണ അതിലേക്ക് ഉടക്കിയത്. അങ്ങനെയൊക്കെ കുറച്ച് കാഴ്ചകൾ കേട്ടോ. ഒരു ചെറിയ ഗ്രാമം, പക്ഷേ നോക്കി ഇവിടെ ഇരിക്കുന്ന സ്ഥലം തന്നെ നിൽക്കുന്നത് ശാന്തമായ അല്ലേ? ഇരിക്കുന്ന ശാന്തമായ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആരുടെയോ വീടാണ്. ഇവിടെ ആളില്ല, നമ്മളങ്ങോട്ട് കയറി ഇരിക്കുകയാണ്. എന്താണെന്നറിയോ, അവർ ആ ചടങ്ങിന് പോയിരിക്കും. ചടങ്ങിന് എല്ലാവരും പോയിരിക്കല്ലേ? എല്ലാവരും അവിടെയാണ്, വീട്ടിലാണ്. ഞങ്ങൾ ഇങ്ങോട്ട് നടന്നിങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നതാണ്. അവര് കുറെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചിട്ടോ, അപ്പൊ കഴിച്ചില്ല. നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ വിശക്കുന്നുണ്ട്. തിരിച്ചു പോകുമ്പോ കഴിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ എണ്ണാന്ന് ചോദിച്ചാൽ അല്ല, വെപ്പുകാരൻ ഒരണ്ണൻ ഒരു കവറും കൊണ്ട് വന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ആള് ഓടിച്ചിട്ട് കൊടുത്തില്ല. എന്നോട് പറയണ തികയില്ല, ആള് കൂടുതലാണ്, തികയില്ലാന്ന്. ഇനിയിപ്പോ പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഇനി നമ്മളെ കണ്ടിട്ടാണോ ആള് കൂടുതലാണെന്ന് പറഞ്ഞ്? സാധ്യതയുണ്ട്. നിങ്ങളെ കണ്ടപ്പോഴേ തന്നെ ചിലപ്പോൾ ഒരു സാധ്യത പറഞ്ഞിട്ടുണ്ട്. നല്ല പൊക്കമുള്ള ഒരു ഉയരമുള്ള ഒരു ശരീരമുള്ള ആൾ വന്നിട്ടുണ്ട്. തികയോ എന്തോ ആവോ ആർക്കറിയാം. എനിക്ക് വളരെ കുറച്ച് മതി, അവനെ കാണുമ്പോ അറിയാം എന്ന് പറയുമെങ്കിലും ഒരു പ്ലേറ്റ് ചോറും രാവിലെ 3 പുട്ടും 6 അപ്പവും അത്രയൊക്കെ. അതൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ എന്തായാലും കുറച്ചുകൂടിയൊക്കെ നടക്കാം. നമുക്ക് ഗ്രാമത്തിലെ മറ്റു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാം അല്ലെ? ചോറ് വാങ്ങിത്തരൂ. ഇവിടെ ചോറ് പൊറോട്ടയും ആക്കിയല്ലോ. അങ്ങനെ എന്തായാലും വിശപ്പിന്റെ വിളി കൂടിക്കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ചിലരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയൊന്നുമില്ല, വിശക്കുന്നുണ്ട്, അത് സത്യം തന്നെ. എന്തായാലും നമുക്ക് ഈ ഊരിലുള്ള ഏക കടയിൽ നിന്ന് തൽക്കാലം കുറച്ച് സ്നാക്സ് വാങ്ങിക്കാം. ബിസ്ക്കറ്റും വെള്ളമൊക്കെ വാങ്ങിച്ച് തൽക്കാലം നമ്മുടെ വിശപ്പ് ഒന്ന് ശമിപ്പിക്കാം. അതേ ഇപ്പോൾ മാർഗമുള്ളൂ. ഇനിയിപ്പോൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അട്ടപ്പാടി അഗളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കടകളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് കുറച്ച് ദൂരമുണ്ട്, മാത്രമല്ല സമയമെടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ഈ കടയിൽ നിന്ന് ബിസ്ക്കറ്റും ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ച് നമ്മുടെ വിശപ്പ് ചെറിയ രീതിയിലെങ്കിലും ശമിപ്പിക്കാം. അപ്പോൾ എന്തായാലും
ഇങ്ങനെ താഴേക്കൊന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യമായിട്ട്. എങ്ങോട്ടാ? ഈ റോഡിന്റെ എൻഡ്. ഇനിയിപ്പോ വേറെ നമുക്ക് പോകാൻ വഴിയില്ല. ആ, നായി കുരയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോ പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്നറിയോ? എങ്ങോട്ടോ? പുഴയിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്നിട്ട് പുഴ കണ്ടില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ ഈ ഗ്രാമത്തിന്റെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കിയേ. മലനിരകള്, പുഴ. ഈ പുഴയുടെ പേരെന്താ അറിയോ? ഇല്ല. കുന്തപ്പുഴ. അതായത് നമ്മുടെ മുള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ മഞ്ചൂരിലേക്ക് പോകില്ലേ? അപ്പൊ അവിടെ കാണുന്ന ആ ഒരു പാലമുണ്ടല്ലോ, അതിന്റെ അടിയിൽ കൂടി ഒഴുകുന്ന പുഴയാണിത് കുന്തപ്പുഴ. ശരിക്കും ഇത് പുഴയല്ല, ഒരു ഡാമുണ്ട്, കുന്ത ഡാം, തമിഴ്നാട്ടില്. ആ ഡാമിന്റെ ഷട്ടർ തുറക്കുമ്പോ വരുന്ന വെള്ളമല്ലേ, അതാണ് ഇത്. ഇതിനിടയ്ക്ക് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. കൊള്ളാം. അപ്പം എല്ലാവിധ ആശംസകളും. അതെ, ഇത് എത്ര ദൂരം നടക്കണം? അടുത്താണ്ട് പുഴ. പറഞ്ഞു വണ്ടി എടുക്കാം, ഇത് വണ്ടി പോകുന്ന വഴിയാണെന്ന്. വേണ്ട, നടന്ന് എന്നെ പോയി കണ്ടാലേ സമാധാനമാകൂ എന്ന് പറഞ്ഞത് ഞാനാണല്ലേ. ആവേശത്തിൽ അങ്ങോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആരെങ്കിലും ലിഫ്റ്റ് ചോദിച്ചു പോവാം. ഈ കാട്ടില് നിനക്ക് ലിഫ്റ്റ് വെച്ചിരിക്കുന്നല്ലേ? അയ്യോ മതി. ഇവിടെ കൊറേ മറ്റേ ഇതുണ്ടല്ലോ, കള്ളിമുള്ളിച്ചെടി. ഇതേ നമ്മള് ഈ വട്ടവടൊക്കെ പോയിട്ട് ചേട്ടാ ഇന്ന സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ട്, കുറച്ചൊന്നും അറിയില്ലേ? അവളുടെ കുറച്ച് ഇടുക്കിയില്, അവളുടെ കുറച്ച് നമുക്ക് ഒരുപാട് കൂടുതലായിരിക്കും. ഇതിപ്പോ കണ്ട അമ്മാര് പറഞ്ഞത് അതാണ്. ഒരു ജസ്റ്റ് ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞാൽ. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്മനെ. വലിയ കള്ളിമുള്ളിച്ചെടിയാണ്. കള്ളിമുള്ളിച്ചെടി ഭയങ്കര വലിയ മരങ്ങൾ, വലിയ സംഭവം ഇതിന്റെ. വലിയ മരം പോലെ. ഞാൻ ഇത്രയും ഹൈറ്റ് ഉള്ള ആദ്യമായിട്ടാണ് കാണുന്നത്. റോഡ് സൈഡിൽ തന്നെ ഉണ്ട്, മറ്റേ അകളി കൊട്ടത്തറ ഭാഗത്തൊക്കെ. അതല്ലേ? ഇങ്ങോട്ട് നോക്കി, ഇത് വീടാണത്? അല്ല, വഴി മാത്രല്ല, വീട് നോക്കി നിങ്ങള്. വീടാണത്? പഴയ ടൈപ്പ് വീടല്ലേ? അടിപൊളി. അങ്ങോട്ടൊന്ന് കയറി നോക്കിയാലോ? നായ ഉണ്ടോന്ന് പേടിക്കണം. അങ്ങോട്ടൊന്ന് കയറി നോക്കിയാലോ? ഉണ്ടോ? അവ റെസ്റ്റ് ചെയ്യാ. ഓക്കെ അല്ലേ? കുഴപ്പമില്ല, ഞാൻ വിളിച്ചു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും നമ്മൾ നായ കടിക്കില്ല എന്ന പ്രതീക്ഷയിൽ ആ ഒരു ചെറിയ വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം കുരയ്ക്കാതെ കിടക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു. അവനെ സൂക്ഷിക്കണം. എന്തായാലും നമ്മളിതാ നടന്ന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഭാഗ്യം ഇവിടെ ഒരു ചേച്ചിയുണ്ട്, അപ്പോൾ ഇനി പേടിക്കണ്ട. ചേച്ചി നായിൻ്റെ കാര്യം നോക്കിയോളൂ. ഇங்கே தங்கறதா? இங்கே இங்கே தங்கறதா? எப்படி உள்ள போக முடியும்? உள்ளே போக முடியாது. இப்படி இங்கலாம் போக முடியாது, உள்ளே போக முடியாது. നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോവേം. ഓ എൻ്റെ അമ്മ ഇത്. ഇവിടെല്ലാം മുട്ടുപോ. അയ്യോ മതി. உள்ளே போக முடியாது. ഉള്ള പോണം கொஞ்சம் ബുദ്ധിമുട്ടാണ്. ഓ ഇங்கே ഇത് അടുപ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അടുപ്പുണ്ട്. അപ്പം ഒക്കെ പറഞ്ഞ കേട്ടോ, ഇതിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ട്. അയ്യോ, ഇത്രയും വലിയ വേണം കയറാനായിട്ട്. എന്റെ അമ്മോ, വളരെ ബുദ്ധിമുട്ടോ. ഇങ്ങനെ ഇതിനകത്തോടെ നടക്കാൻ പറ്റുമോ? കുറച്ചുകൂടെ ഉയർത്തി കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇതിനകത്ത് കയറാൻ പറ്റില്ല കേട്ടോ. ഞാൻ കടന്നു ഉരുണ്ടിട്ട് നിങ്ങൾ ഉരുണ്ട് കയറേണ്ടി വരും. ഞാനാണെങ്കിൽ ഇത്രയും കഴിഞ്ഞിട്ട് അതിനകത്ത് കയറിയത്. അപ്പോൾ ഇവിടെ ചേച്ചി കൂടാതെ ഒരു ചേട്ടനെയും പരിചയപ്പെട്ടിരിക്കുകയാണ്. ചേട്ടൻ പേരെങ്ങനെ? അയ്യപ്പൻ. ഇവിടെ തന്നെ എന്താ കൃഷി വ്യവസായം ഇത് മാത്രമാണ്. ഇപ്പൊ മഴക്കാലത്ത് തെങ്ങ് മരം. ഓ, തെങ്ങ് അങ്ങനെ വരുവാണ്. അപ്പൊ തെങ്ങ് മുഴുവൻ കൊണ്ടുപോയില്ലേ? അല്ലാതെ ഇപ്പൊ എറുത്ത് കൊടുത്തതുകൊണ്ട് വലിയ ശല്യമില്ല. ഓ, ഇതിനകത്ത് താമസിക്കും നിങ്ങൾ? ഇത്ര കുഞ്ഞു കയറപ്പുണ്ടത് ഇവിടെ തന്നെ. എന്റെ പൊന്നെ, ഇതിനകത്ത്. അപ്പൊ അഷഫൊക്കെ നിങ്ങൾക്ക് എന്തായാലും പറ്റില്ല, നിങ്ങൾ ഉരുണ്ട് തന്നെ കയറേണ്ടി വരും. ഞാൻ മുട്ട തന്നെ കയറിയത്. ഇദ്ദേഹം എങ്ങനെ കയറും എന്നുള്ളത് ചോദിക്കാവുന്ന ഇവിടെ. ചേച്ചി കയറിയത് നമ്മൾ കണ്ടല്ലോ, കുറച്ച് ബുദ്ധിമുട്ടിയാണ്. പക്ഷെ ഇത്ര ഹൈറ്റ് കുറവല്ല, ഭയങ്കര ഉയരം കുറവല്ലേ? ഇത് ചാണകമാണ് പിടിയിരിക്കുന്നത് അല്ലേ? ചാണകം. സൈഡിലൊക്കെ എന്താണ് കിട്ടിയിരിക്കുന്നത്? അത് മണ്ണാണ്. മണ്ണ് വെച്ചിട്ട്. പക്ഷെ നല്ല പഴയ കാലത്ത് വീട് ഇങ്ങനെയല്ല നിർമ്മിച്ചിരിക്കുന്നത്. പഴയ കാലത്ത് വീട് ഇങ്ങനെ തന്നെയാണ്. ഓഹോ. മേലെ ഓടായിരുന്നു പണ്ട്, അത് പുല്ലായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. പുല്ലായിരുന്നു. ഇപ്പൊ പുല്ല് കിട്ടാത്തതുകൊണ്ട് ഓടാക്കി. ഓ, ഷീറ്റും ഓടാക്കി അല്ലേ? ശരി. ഇവിടെ തെങ്ങ് അല്ലാതെ വേറെ എന്തൊക്കെ വ്യവസായം ഉള്ളത്? വ്യവസായം ഇപ്പൊ അധികമായിട്ടില്ല. മുമ്പ് കൊണ്ടുണ്ട് കുരങ്ങ് ശല്യം, ആന ശല്യം, ശല്യം. പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്നു. വേറെ നെല്ല് അങ്ങനെ എന്തെങ്കിലും അതൊന്നും ഇവിടെ ഇല്ല. പച്ചക്കറിയാണ് മെയിനായിട്ട് പണ്ടൊക്കെ. റാഗി, ചോളം ഇതുപോലെ തന്നെ. ഓ ശരി. ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട് മൊത്തം ഈ ഒരു ഗ്രാമത്തില്? ഈ ഗ്രാമത്തില്
210 കുടുംബങ്ങളുണ്ട്. 210 കുടുംബമുണ്ട്. ഓക്കെ. ഇവിടെ ഏതാ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഞങ്ങൾ ആദിവാസി ഭാഷയാണ്. ഇരുള ഭാഷ തന്നെയാണ്. ഓഹോ. അപ്പൊ കല്യാണ ചടങ്ങുകളൊക്കെ പഴയ പോലെയൊക്കെ തന്നെയാണ്. വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ട്. ഓ, ആ പാട്ടൊക്കെ ഉണ്ടോ? തനതായിട്ടുള്ള പാട്ടുകളുണ്ട് ഉണ്ടല്ലോ. ഞങ്ങളുടെ പാട്ട് കല്യാണത്തിനാണ് മെയിനായിട്ടും അല്ലേ? കല്യാണത്തിന് ഫംഗ്ഷൻ. ഓ, ഇപ്പൊ അതുണ്ട് ആചാരം. ആചാരപ്രകാരമുണ്ട്. ഈ ഒരു ഊരിന് മൂപ്പനൊക്കെ ഉണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണ്? മാധവൻ. അതിന് പോകുന്ന വഴിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരിക്കും. അതിന് പോകുമ്പോഴൊക്കെ കാറ് ഇടുന്ന സ്ഥലം. അതേ സ്ഥലം തന്നെ. അവിടെയാണ് മൂപ്പൻ. മൂപ്പന്റെ പ്രധാന ജോലി എന്താണ് ഈ ഊരിന്റെ? അത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹമാണ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അയാള് അതായത് ഇപ്പൊ ഒരു പഞ്ചായത്ത് പോലെ കൂടുമ്പോൾ അദ്ദേഹമായിരിക്കും കാര്യം ചെയ്യാനായിട്ട്. എന്തെങ്കിലും ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ മൂപ്പന്റെ അടുത്ത് പറയുമ്പോൾ മൂപ്പനാണ് പരിഹരിക്കുന്നത്. ഓ, ആ ഒരു സമ്പ്രദായം ഇപ്പോഴുണ്ട്. ഓ, അത് ശരി. അപ്പൊ എന്തായാലും പരിചയപ്പെട്ട വലിയ സന്തോഷം. ഈ വീട് കണ്ടപ്പോ വളരെ അതിശയം തോന്നി. ഓക്കെ. ഓഹോ, ഞാൻ 2 വിഷൽ എടുക്കാൻ പോയ സമയത്ത് നിങ്ങൾ പുഴയിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നു മാത്രമല്ല ബിസ്ക്കറ്റ് പൊട്ടിച്ച് കഴിച്ചു. അവിടെ ഉള്ളതിൽ ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞു ഏറ്റവും കുറഞ്ഞ ബിസ്ക്കറ്റും പൈസ കുറഞ്ഞതും ഏറ്റവും കുറഞ്ഞ ബിസ്ക്കറ്റും തരണം പറഞ്ഞു. അത് വേണ്ടി വരും. ഒന്നേ ബാക്കിയുള്ളൂ. അത് ശരി. ആ, അടിപൊളി, കൊള്ളാലോ. എന്തായാലും ആട്ടെ. ഇങ്ങനെ നടന്ന് മറ്റേ ഇത് പറഞ്ഞല്ലോ, വെള്ളമില്ലാത്തതിനാൽ വള്ളങ്ങളിൽ മാറ്റി വെച്ചു എന്ന് പറഞ്ഞതുപോലെ പുഴയിൽ വെള്ളമില്ലാത്തതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുമോ? എന്താ പൊന്നെ മതി. ചൂടുണ്ടല്ലേ? ഓ എൻ്റെ അമ്മോ. അങ്ങനെ പുഴയിലേക്ക് നമ്മൾ നടന്ന് എത്തിയിരിക്കുകയാണ്. വാ, അതൊരു പോയിന്റ് ആയിരുന്നു കേട്ടോ. കുറച്ചേരം വെള്ളത്തിൽ കിടന്ന് ഒന്ന് ശരീരമൊക്കെ തണുപ്പിച്ചിട്ട് പോയായിരുന്നു. ചെക്കനോടെ മീൻ പിടിക്കുക, പൊരിഞ്ഞ മീൻ പിടുത്ത. ഇനി ഒന്നും നോക്കാനില്ല. ഇന്ന് മീൻകറി കൂട്ടി വൈകിട്ട് ഊണം. ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഗോപാലേട്ടൻ്റെ വീട്ടിൽ പോയി നമ്മളിപ്പോൾ കഴിക്കും. അടിപൊളി വീടല്ലേ? ആ ചെറിയ വീട്, രസമുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. നല്ല പാറ, നല്ല അടിപൊളി ഒരു അന്തരീക്ഷം. നോക്കി എന്ത് വൃത്തിയാ നോക്കി വെള്ളം. മോനെ, ഒരു കലർപ്പ് പോലും ഇല്ലാതെ വളരെ ശുദ്ധമായ വെള്ളമാണ്. തോർത്തെടുക്കാത്തത് വളരെ മിസ്സായിപ്പോയി കേട്ടോ. പുഴുവോ? എന്ത് പുഴു? മണ്ണിര ആയിരിക്കും. ശരിയായിരുന്നു പുഴു അല്ലേ? ഒരിനം പുഴു. കൊള്ളാം. മോന്റെ പേരെന്താ? പ്രസീദ് കുമാർ. ഓക്കെ. ഓ, നിറയെ മീനല്ലോ. നോക്കി ഓടി വരുന്നേ ഇരയും കിടുമ്പോഴത്തേനും. പക്ഷെ തിന്നില്ല. ഉരിഞ്ഞ മീൻ പിടുത്തണ്ടാ. അമ്മ എടുത്ത കളിയല്ലേ? കൊത്താനുള്ള സമയം കൊടുക്കണം, എന്നാലേ കിട്ടുള്ളൂ. ആണോ? ഇത് കിട്ടുന്നില്ല. ഇങ്ങനെ മീൻ പിടിക്കാൻ ഇര പോലും വേണമെന്നില്ല. ആണോ? ഇങ്ങനെ പഠിക്കുമ്പോൾ പഠിക്കുന്ന പരിപാടി ഉണ്ട്. ഇതിനാ ടെക്നിക്ക്. ഇത് വിഴുങ്ങാനുള്ള വലിപ്പമില്ലല്ലോ. ചേട്ടാ കിട്ടിയോ? ഇല്ല, കൊളുത്ത് മാത്രം വന്നു. മൊത്തത്തിൽ വിഴുങ്ങാനുള്ള വലിപ്പമില്ല. അതുകൊണ്ടല്ലേ? കടിക്കുമ്പോൾ പെട്ടെന്ന് കടിക്കും. ഞാൻ ഓർത്ത് ചെക്കൻ ഇടുന്ന കാണാൻ വലിക്കുന്ന കാണാൻ ഒരു സമയം കൊടുക്കണ്ടേ? ഓക്കെ ഓക്കെ. കിട്ടുവോ? എവിടെ മീൻ ആണോ? കിട്ടിയതെന്ന് കാണിച്ചു തരണം കേട്ടോ. ആ, എന്നാ പിന്നെ കുഴപ്പമില്ല. ഓ, പുഴിനെ കൊണ്ടുവന്ന പാത്രമാണ്. അതിന് ജീവനോട് ഇട്ട് കൊടുക്കണ. മാവുണ്ട് ചെക്കൻ്റെ. ഇതാ മാവുണ്ടല്ലോ. മാവ് കുഴച്ചിട്ടിടുന്നേ. ഇനി ഇതിൽ ഇരയിലേ കിട്ടിയില്ലെങ്കിലേ, പുഴുവിൽ കിട്ടിയില്ലെങ്കിൽ മാവിലിന് അടുത്ത പയറ്റാ. നോക്കിക്കോ. ആയിട്ടോ? ആ, കുറച്ച് ദൂരത്തേക്ക് ഇട്ട്. ഇനിയിപ്പോൾ കണ്ടോണം. പിടിച്ചോ. മാവ് പോയതല്ലാതെ മീൻ വന്നില്ലല്ലോ മോനെ. ആ, അത് കൊടുക്കാം, സമയം കൊടുക്കാം. എന്തായാലേ ചെക്കൻ ഇതിനേക്കാൾ എളുപ്പം എന്താണെന്നറിയോ? ഒന്നും കിട്ടുന്നില്ല. തോർത്ത് കൊണ്ട് കോരിയാ പോരെ. ഈസി ആയിട്ട് കിട്ടൂല്ലേ? ഓരോ മീനെ പിടിക്കുന്നേക്കാളും. ജസ്റ്റ് ഫോർ എ ഹൊറർ. അവസാനം പിടിച്ച് കിട്ടി. ഒന്നും നോക്കാനില്ല, സാധനം കിട്ടി. ഇനി പേടിക്കാനില്ല. ഓ, അവസാനം നമ്മൾ വിജയിച്ച് അല്ലേ? ഇനി അതിനെ പറഞ്ഞ വെള്ളത്തിലേക്ക് വിടണ്ട, ചാടി പിടിച്ചോ. ഇന്നത്തെ ഫ്രൈ ആയി. അപ്പോൾ ചെറുക്കം പിടിച്ചുകൊണ്ട് വരുന്ന മീൻ ഇടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു 2-3 മീനൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്.
ഉണ്ടോ പിടയ്ക്കുന്നുണ്ട്. കൊള്ളാം കൊള്ളാം. ചെക്കനാൾ പുലിയാ, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. കണ്ടോ? അല്ല 2-3 കിടപ്പുണ്ടേ. അപ്പം നമ്മുടെ ചെക്കനാൾ പുലിയല്ലേ? ആ ഉണ്ടാ 3-4 മീനുണ്ട് ഇന്നത്തേനുള്ള കറിക്കുള്ളതായി. അപ്പോൾ എന്തായാലും പുഴയുടെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ചെക്കൻ മീൻ പിടിക്കുന്നതൊക്കെ കണ്ട് ഞാൻ പിടിക്കില്ല എന്ന് വിചാരിച്ചിടത്തു നിന്നൊക്കെ അവൻ പിടിച്ചു കേട്ടാ. ചെക്കൻ പുലിയാണ്. അതിനെക്കുറിച്ചൊന്ന് പഠിപ്പിക്കായിരുന്നു അടുത്ത പ്രാവശ്യം. പിന്നെ ഇവിടെ ഫുള്ളും കണ്ടോ ഫെൻസിങ് അടിച്ചേക്കുന്നേ. അപ്പോൾ ഇവിടെ ചേട്ടൻ പറഞ്ഞ പോലെ ആന വരുന്ന സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം. അട്ടപ്പാടിയിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഇവിടെ ആന വരുന്ന സ്ഥലമാണെന്ന് പറയാൻ പാടില്ല എന്നാണ്. ആണോ? അത് ശരി. എവിടെ ആന വരാത്ത? അതും ശരിയാണല്ലോ അല്ലേ. മെയിൻ റോഡിൽ കൂടെ വരുന്നു. പിന്നെ നമ്മൾ ഇത്രയും വന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ എന്തായാലും ഉണ്ടാവും. ഓ എൻ്റെ അമ്മോ, ഇനി ആ കയറ്റം മുഴുവനും കയറണം അയ്യപ്പ. ഓ വേറെ ഐഡിയ ഒക്കെ ഉണ്ട്. ആ നീ പോയി കാറെടുത്ത് വരുന്നു. എന്നിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നു. എന്നിട്ട് സുഖമായിട്ട് കാറിലങ്ങ് പോകുന്നു. വാട്ട് ആൻ ഐഡിയ സജ്ജി. പക്ഷേ സ്ഥലം എങ്ങനെയുണ്ട്? കൊള്ളാം. അതറിഞ്ഞാൽ മതി. വന്നതിനുള്ള ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ സെഡിയും വേണ്ടി സൈലന്റ് വാലി പോയപ്പോൾ വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു അട്ടപ്പാടിയിൽ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ പുതിയ സ്ഥലം നമ്മൾ കാണും. അത് ശരിയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ സ്ഥലം ഞാൻ കണ്ടില്ല. എനിക്ക് ലൈഫിൽ ശരിക്കും എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ വെറുതെ വന്നല്ലേ, നമ്മൾ മുമ്പ് ഒരിക്കലും വരാത്ത സ്ഥലത്തേക്ക് എത്തി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. ശരി, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ സ്ഥലത്ത് നമ്മൾ പോകും. അതാ പറഞ്ഞേ അല്ലേ? അത് ശരിയാ. അത് നമ്മളിപ്പോഴാണ് ചിന്തിച്ചേ. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം പോലും അറിഞ്ഞില്ല. ചുമ്മാ വെറുതെ യാദൃശ്യമായിട്ട് എത്തിച്ചേർന്ന സ്ഥലമല്ലേ. രസമുണ്ട് എന്തായാലും. വേറൊരു സംഭവം കണ്ടില്ലേ, ഇവിടെ വീട്ടിലേക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. ഇങ്ങനെ അയ്യോ ആരെങ്കിലും ഇന്ന് വലിക്കുമോ? നല്ല ടെമ്പറാട്ടോ. അയ്യോ അതായത് ഉത്തമ ആക്ച്വലി ഇതിലേക്ക് ഇങ്ങനെ കൊണ്ട് കൊളുത്താം. ഇച്ചിരി ശക്തി വേണം എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാത്ത ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണേ. പുറത്തങ്ങോട്ട് കോമ്പറ്റീഷൻ വെക്കാം. കൊളുത്തി പാട്. അയ്യോ നല്ല ടെമ്പർ ഇതിന്. എന്നാ വലിച്ചേ. എനിക്ക് തോന്നുന്നു മിസ്റ്റർ പൊഞ്ഞിക്കാൻ വലിക്കും. വെറുതെ അല്ലേ ഇത് ഇവിടെ ഇരിക്കുന്നതെന്നാണ് പറയരുത്. പിന്നീട് ഇതോ നിങ്ങൾക്ക് എന്നെക്കാളും പൊക്കണ്ടേ. ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ തിരിച്ചു വിട്ടേക്കാം. അപ്പം ഇങ്ങനെ എല്ലാ വീടിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയും. രാത്രിയാകുമ്പോൾ അവരിങ്ങനെ വലിച്ച് സെറ്റ് ചെയ്യും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ജസ്റ്റ് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാണ്. നമ്മുടെ നടത്തം തുടരാം. ഇനി നടക്കാനുണ്ട് കുറേ. ഇന്ന് സ്പീഡ് നടക്കാണ്. ഞാനിവിടെ വരട്ടെ. 10 ബിസ്ക്കറ്റല്ലേ കഴിച്ച്. പിന്നെ കുഴപ്പമില്ലേ. പൂവുണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചാൽ. ഈ കൈ മുറിക്കണ്ട, നല്ല മുള്ളാണ്. അതുകൊണ്ടാണല്ല പേര്. രസമുണ്ടല്ലേ? ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് പവറുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കി ഒന്ന് തൊട്ട് നല്ലതായിരിക്കും. ഇത് ഹൈറ്റും ഉണ്ടോ? അമ്മോ ഇവിടെയൊക്കെ നിറയെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ബസ്സിലൊക്കെ തള്ളിമുള്ളിച്ചെടിയോ ഒരു മരത്തിൻ്റെ പൊക്കമുണ്ടല്ലോ. മോനെ സെറ്റ് അല്ല, അതൊക്കെ പോട്ടെ. പിന്നെ ഇനിയിപ്പോൾ എവിടെ നിന്ന് ഭക്ഷണം കിട്ടും? ആ ബിരിയാണിയുടെ ബാക്കി അല്ല, ആ നെയ്ച്ചോറിൻ്റെ ബാക്കി അവിടെ ഉണ്ടാവും. ചെമ്പ് കഴുകിയോ അറിയാം. അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ വലിയ ഭാഗ്യം. ചേച്ചിയേ എന്ന് പറഞ്ഞ് നമ്മൾ മണിയേട്ടൻ പോകുന്ന പോലെ എന്തെങ്കിലും തരുമോ? അയ്യോ അടിപൊളി സ്ഥലം. അത് രക്ഷയില്ലാത്ത സ്ഥലം. അതിൻ്റെ മലനിരകളും അതിൻ്റെ ഭംഗി, ഈ വീടുകളൊക്കെ നിൽക്കുന്ന ലൊക്കേഷൻ അല്ലേ, സിനിമ ശരി പറഞ്ഞ ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി എല്ലാ വീട്ടിലും താമസിക്കുന്നത് നമ്മൾ റിസോർട്ടിലെ കോട്ടേജിൽ താമസിക്കുന്ന പോലെയാണ്. നേരം വിളിക്കുമ്പോൾ ഡോറ് തുറന്ന് കാണുന്ന മലനിരകളും കോടമഞ്ഞ് പാറപ്പറന്ന് പോകുന്ന കാഴ്ചയൊക്കെ ആയിരിക്കും. ഇതുകൂട്ട് സ്ഥലം വേറെ എവിടെ കിട്ടും? 1 രൂപ ചെലവില്ലാതെ റിസോർട്ടിൽ പോയി കൊടുത്താൽ ഏറ്റവും കുറഞ്ഞ ഒരു 2000 രൂപയ്ക്ക് കൊടുക്കണ്ടേ താമസിക്കണമെങ്കിൽ ഒരു ഫാമിലിക്ക്. ഇത് ഫ്രീ ആയിട്ട് എല്ലാ ദിവസം കാണാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമോ ഒന്ന് കടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തുണിയോ മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ കുറച്ച് ദൂരം പോകണം. സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ കാടായതുകൊണ്ട് ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കയറ്റമൊക്കെ കയറി കുറച്ച് നടന്നെത്തിയപ്പോഴത്തേനൊന്ന് ക്ഷീണിച്ചു, ഒന്ന് നിൽക്കുക. വടിയൊക്കെ കുത്തിയാണ് കയറി വന്നത്. ആരും കുത്തിപ്പോവും. അമ്മാര് കയറ്റുമായിരുന്നില്ലേ. ഇതിനിടയിൽ ഒരു കാര്യം പറയാം കേട്ടോ, നമ്മൾ ഇത്രയും നേരമായിട്ട് പറഞ്ഞില്ല. ഇത് ഒരു ആദിവാസി ഗോത്ര സമൂഹം
ഉള്ള ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ. അപ്പോൾ ഈ ഒരു ഗോത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇരുള ഗോത്ര, ഇത് ഇരുള വിഭാഗം താമസിക്കുന്ന ഒരു ഊരാണ്. ഇപ്പൊ ഉന്നതി എന്ന് പറയുന്നേക്കുണ്ട് കേട്ടോ. കുറച്ചു കാലമായിട്ട് മാറി അത് ഊരുകൾക്ക് പറയുന്ന പേരാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഉന്നതി എന്ന് പറയുന്നില്ല, ടി വിയിൽ വാർത്തയൊക്കെ വായിക്കുമ്പോൾ ഉന്നതി എന്ന് പറയുന്നേക്കുണ്ട്. ഏകദേശം 190 സംതിങ് കുടുംബം ആദിവാസി ഊരുകളുണ്ട് അട്ടപ്പാടിയിൽ. അതായത് പ്രധാനപ്പെട്ട 3 ആദിവാസി വിഭാഗങ്ങളാണുള്ളത് ഇവിടെ അട്ടപ്പാടിയിലുള്ളത്. ഇരുളര്, മുടുകര്, കുറുമ്പര്. ഇരുളരാണ് ശരിക്കും ഏറ്റവും വലുത്, ഏറ്റവും കൂടുതൽ ജനസംഖ്യ നോക്കുമ്പോൾ ഇരുളരാണ്. പിന്നെ ഏറ്റവും പഴയതെന്ന് അറിയപ്പെടുന്നത് മുടുകരാണ്. പിന്നെ കുറുമ്പരുമുണ്ട്. ഓരോ വിഭാഗത്തിനും അവരുടെ സംസ്കാരത്തിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് ഇരുള വിഭാഗത്തിന്റെ ഇരുള നൃത്തം, അത് ഭയങ്കര പ്രസിദ്ധമാണ്. വേറൊരു കാര്യമുണ്ട് ഇരുളരെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ പൈത്തൺസ് അതിനെ പിടിക്കുന്നത്, പിന്നെ അതോടൊപ്പം തന്നെ ഈ എലികളെ, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ട് നമ്മുടെ അതിനകത്ത് എലിയെ പിടിക്കല്ലേ, ആ സിനിമയിൽ എലിയെ പിടിക്കുന്നത് അത് ഇവർ ഒരു ശരിക്കും ഇവരുടെ ഒരു തൊഴിലാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ കപ്പ നട്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എലികൾ വരുമല്ലോ കഴിക്കാനായിട്ട്. കെണി വെക്കും, ഒരു പുകയൊക്കെ വെച്ചിട്ട് ഊതിയിട്ട് അങ്ങനെ എലിയെ പിടിക്കുന്ന ഒരു സമ്പ്രദായം ഇവർക്കുണ്ട്. അതൊക്കെ ഇവരെ സംബന്ധിച്ചൊരു പുതിയ. അതുപോലെ തന്നെ പഴയ കാലത്ത്, ഇപ്പോ അതൊക്കെ മാറിയിട്ടുണ്ടാവും. ഈ ഇരുള വിഭാഗക്കാരാണ് ഈ പരമ്പരാഗത ആദിവാസി ചികിത്സ രംഗത്തൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നവർ പഴയ കാലത്ത്. ഇപ്പൊ അതിനകത്ത് മാറ്റം ഉണ്ടാവാൻ സാധ്യത. അല്ല, ഇത് തന്നെയല്ലേ ഇപ്പം കാട്ടുപോകങ്ങൾ ശേഖരിക്കുന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാടുമായിട്ട് അറിയാലോ, വനനിയമം കുറെയൊക്കെ. ശരിക്കും ആദിവാസികളുടെ ഇവിടുത്തെ വരുമാന മാർഗം എന്ന് പറയുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ പലരും അതൊക്കെ മാറി. ഇപ്പൊ നമ്മൾ ഈ വന്ന ഊരിൽ തന്നെ ഒരുപാട് പേര് സർക്കാർ ജോലിയുള്ള ആൾക്കാരും കൂലിപ്പണിയും കുറെ ആൾക്കാർ. നമ്മൾ സംസാരിച്ച ഒരാള് വില്ലേജിൽ നല്ല ജോലിയുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടി ഇപ്പൊ പല ആൾക്കാരും ജോലിയിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയത്. മാത്രമല്ല, നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസം വന്നതോടുകൂടി ഈ ഗ്രാമത്തിനൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതായത് നമ്മളിപ്പോ നിൽക്കുന്ന ഊരില് കുറെ വീടുകൾ കാലിയാണ്. അവരൊക്കെ നല്ല ജോലി കിട്ടിയിട്ട് അവർ ജോലിയുള്ള സ്ഥലത്തേക്ക് താമസം മാറിയിട്ട് ഇപ്പൊ ഈ വീടൊക്കെ ഇറങ്ങി നടക്കുന്നത് അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ജോലി കിട്ടി നശിച്ച ഗ്രാമം, ജോലി കിട്ടി ഉപേക്ഷിച്ചു പോയ ഗ്രാമം, ഏതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ കുറുമ്പരെ കുറിച്ച് പറയുമ്പോൾ, കുറുമ്പ വിഭാഗം അവരാണ് ഇത്ര കുറച്ചും കൂടിയും ഈ വനപ്രദേശങ്ങളിലെ ജീവിത രീതി കൂടുതൽ ഫോളോ ചെയ്യുന്ന വിഭാഗങ്ങൾ. അതൊക്കെ തുടക്കത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ ഇതിലൊക്കെ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഓരോ വിഭാഗത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇരുള ഗോത്ര സമൂഹം താമസിക്കുന്ന ഒരിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നടന്നു കയറി വന്നപ്പോഴാണ് പെട്ടെന്ന് ഓർക്കുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും ഐഡിയ കിട്ടും. അതൊരു പോയിന്റ്. ബാബാ, ഈ വടി എനിക്ക് ഒരു നിങ്ങൾ സ്വന്തമാക്കും കയറാലോ. നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ഒരമ്മച്ചി ഇതാ ഇവിടെ ഇരുന്ന് കറിക്കുള്ള എന്തോ അരിയുന്നുണ്ട്. അമ്മച്ചിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചീര എന്നാണ്. ചീര കറി, കീര കീര. തമിഴിൽ അവർ പറയുന്നത്. ഓക്കെ കറി വെക്കാനായിട്ട്. അമ്മച്ചി തന്നെയുള്ള ഇവിടെ? അമ്മച്ചി തന്നെയുള്ള ഇവിടെ താമസിക്കുന്നേ? അമ്മ മട്ടൻ താങ്കി ഇருக்கு ഒരാൾ. ഓക്കെ. ഇപ്പം തമിഴാണോ അവരുടെ ഭാഷ അറിയില്ല. മലയാളം തിരിയാ? തമിഴ് തിരിയുമാ? കണ്ണും തിരിയാത്? കണ്ണ് തിരിയാതെ കാത് കേൾക്ക മാട്ടെ. ഓക്കെ ശരി. അമ്മ പേരെന്നാണ്? കാളിയമ്മ. നല്ല പേര്. തമിഴ് താ തെരിയും? മലയാളം തെരിയുമാ? തെരിയും കൊഞ്ചം. ഇപ്പൊ എത്ര വയസ്സായിച്ച്? തെരിയാതല്ലേ? ശരി. മക്കളൊക്കെ എങ്ക വെളിയിലാ? അമ്മച്ചിക്ക് ചെവി അത്ര കേൾക്കുന്നില്ല. എന്നാ ശരി അമ്മ. ഓക്കെ. അങ്ങനെ അമ്മച്ചിയോട് സംസാരിച്ചു. അമ്മച്ചിക്ക് ചെവി അത്ര കേൾക്കത്തില്ല, മാത്രമല്ല കാഴ്ചയ്ക്കും അത്ര വ്യക്തതയില്ല എന്ന് അമ്മച്ചി പറഞ്ഞു. ചെറിയ രീതിയിലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഒരു നിഴൽ പോലെയൊക്കെ ആയിരിക്കാം. പ്രായം ചോദിച്ചപ്പോഴത്തേനും അമ്മച്ചിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അമ്മച്ചി വൈകിട്ടത്തേനുള്ള ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മച്ചിക്ക് മലയാളം അത്ര വശമില്ല. തമിഴ് സംസാരിച്ചപ്പോൾ അമ്മച്ചിക്ക് പിന്നെയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തമിഴാണ് അമ്മച്ചി ഇവിടെ സംസാരിക്കുന്നത്. അവരുടെ ഭാഷയാണ്, തമിഴല്ല, ഇരുള ഭാഷയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചിക്ക് ഭാഷ അത്ര വശമില്ല. എന്നാലും പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നടന്ന് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇദ്ദേഹത്തിന് വിശക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അഷ്റഫിക്കായ്ക്ക് വണ്ടിയിലേക്ക് കയറി ഇരുന്ന് സെറ്റായെന്ന് തോന്നുന്നു. അമ്മച്ചിയെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴത്തേനും ഇവർ കയറിയിരുന്നു. പോവല്ലേ?
പോലെ വിശക്കുന്നുണ്ടല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഒരു മിനിറ്റ്, നീ പറഞ്ഞു, ഞാൻ തീർത്തോളാം. ശരി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഇത് നരസിംഹമുക്കിലേക്ക് വന്നാണ് നമ്മള്. പ്ലാൻ അതായിരുന്നു, വലിയ പ്ലാനായിരുന്നു. നമ്മള് ഗോളിക്കടവിൽ നിന്ന് ഇറങ്ങിയിട്ട് നരസിംഹമുക്ക് റോഡ് കയറി ഇവിടെ വന്ന ആൾക്കാർക്ക് അറിയാം, ചെറിയ വഴിയാണ്. അപ്പോൾ ഇന്ന് ഒഴിവ് ദിവസം കൂടെ ആയതുകൊണ്ട് റോഡ് മൊത്തം ബ്ലോക്കാണ്. ഒരു സൈഡിൽ ഫുള്ള് വണ്ടികൾ നിർത്തിയേക്കുക. അതെ, അവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റിയില്ല. വണ്ടി നിർത്താൻ പറ്റില്ല, അവിടെ രക്ഷപ്പെട്ടതിന് മഹാഭാഗ്യം. നരസിംഹമുക്ക് കാണാൻ പോയില്ല, അവിടുന്ന് കുറച്ചും കൂടെ മുമ്പിലേക്ക് വന്നിട്ട് നരസിംഹമുക്കിലെ ഗ്രാമം, നരസിംഹമുക്ക് ജൂനിയർ, അതെ, അതിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുക. അവിടെ നിർത്തിയിരിക്കുക. എന്തായാലും അങ്ങനെ അട്ടപ്പാടിയിലെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നരസിംഹമുക്ക് കാണാനുള്ള ആശ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല നല്ല ഇടിയുണ്ടായിരുന്നു. ഇനി ആ മലയുടെ മുകളിൽ പോയിട്ട് പണി കിട്ടിക്കഴിഞ്ഞാൽ ഇടി പൊട്ടുന്നുണ്ടായിരുന്നു, ഇടിമിന്നൽ. ഇവിടെ അത്ര സേഫ് അല്ല, നമുക്ക് വേഗം പോവാം. അപ്പോൾ എന്തായാലും അട്ടപ്പാടിയിലെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അട്ടപ്പാടിക്ക് കുറച്ച് സവിശേഷതകളുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ, ആദിവാസികളുടെ ഒരു ഏക താലൂക്കാണ്. അതായത് കേരളത്തിലെ ഏക താലൂക്ക് അട്ടപ്പാടി, ഏക ആദിവാസി താലൂക്ക് അട്ടപ്പാടിയാണ്. അതായത് ഇപ്പൊ ഏകദേശം 44 ടോട്ടൽ പോപ്പുലേഷനിൽ 44% ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്. പക്ഷെ വേറൊരു കൗതുകമുള്ള കാര്യമുണ്ട്. കൗതുകമല്ല, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 50കളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പണ്ട് 90% ട്രൈബൽസ് ആയിരുന്നു. 90% ട്രൈബൽ കമ്മ്യൂണിറ്റി ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇങ്ങനെ ഇവിടുത്തെ ആളുകൾ വന്നു ചേർന്നതായിരിക്കും, സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ അരുണാചലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ 100% അവര് തന്നെയാണ്. എന്ന് പറഞ്ഞതുപോലെ അന്ന് 90% എന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം ഉണ്ട് അല്ലേ? അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ 3 കമ്മ്യൂണിറ്റീസ്. ഇവിടെയൊക്കെ ഈ ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഇവിടുത്തെ പ്രധാന ഫെസ്റ്റിവൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ ശിവരാത്രി. അത് തന്നെ. സാധാരണ ശിവരാത്രി അല്ല ഇവിടെ. പൊതുവെ ശിവരാത്രി ആഘോഷം എല്ലാ സ്ഥലത്തും ശിവന്റെ അമ്പലങ്ങൾ അല്ലേ, അങ്ങനെയല്ലേ കേന്ദ്രീകരിച്ചിട്ടല്ല. ഇവിടെ ശരിക്കും ഒരു സാധാരണ ക്ഷേത്രോത്സവം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇത് ഇവിടുത്തെ ആദിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മള് വരുന്ന വഴിക്ക് ചെമ്മണ്ണൂർ എന്ന പറഞ്ഞ സ്ഥലത്ത് മല്ലീശ്വര ക്ഷേത്രം ഉണ്ട്. മല്ലീശ്വര ക്ഷേത്രവും മല്ലീശ്വരം മുടി എന്ന് പറയുന്ന ഒരു വളരെ ഉയർന്നൊരു മലയുണ്ട്, കൂർത്ത് നിൽക്കുന്നൊരു മല. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടാണ് ഈ ഉത്സവം നടക്കുന്നത്. പിന്നെ മല്ലീശ്വര മുടിനെ ചില ആൾക്കാർ ഈ ശിവലിംഗത്തിന്റെ പ്രതിരൂപമായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ആദിവാസികളാണ് അവിടെ ഭൂരിഭാഗം പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ. ആദിവാസികളായിട്ടുള്ള പൂജാരിമാരാണ്. അപ്പോ ശിവരാത്രിക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇവിടെ മകരജ്യോതി എന്നൊക്കെ പറയുന്ന പോലെ ഈ പറയുന്ന മല്ലീശ്വര മുടിന്റെ മുകളില് ജ്യോതി തെളിയും. ജ്യോതി തെളിയുന്നതാണ് വിശ്വാസം. സംഭവം തെളിക്കുന്നതാണ്. അത് തെളിയുന്നതൊന്നും പറയുന്നില്ല, തെളിക്കുന്ന തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ മലപൂജാരിമാരല്ലേ, തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ഒരു നിശ്ചിത ആൾക്കാര്, അതായത് ഇവരുടെ ഈ വിഭാഗത്തിൽ നിന്ന് കുറച്ച് പേര് ഒരു 40 ദിവസത്തോളം ഒരു കഠിന വ്രതം എടുക്കും. അങ്ങനെ അവര് അമ്പലത്തിലാണ് ചെലവഴിക്കുക ഭൂരിഭാഗം സമയമൊക്കെ. അതിനുശേഷം ശിവരാത്രിയുടെ അന്ന് പുലർച്ചെ അവര് കുറെ കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കേട്ടിട്ടൊക്കെ ഉള്ള അറിവുകളാട്ടോ. അതിനകത്ത് ചില മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ പുറപ്പെടും. രാവിലെ ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഈ മല്ലീശ്വര മുടിയുടെ ഏറ്റവും മുകളിലേക്ക് പോവാണ്. അവിടെ ചെയ്തിട്ട് കുറച്ച് പരിപാടികളുണ്ട്, കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. ഈ പോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വേറെ ആരെയും കുറച്ച് കൊണ്ടുപോകില്ല. അവര് ഈ പറഞ്ഞ ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ പൂജാരിമാരല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുകളും പോലീസൊക്കെ വരെ അനുഗമിക്കത്രേ. പക്ഷെ ഒരു ഘട്ടം വരെ, അതിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് പോലും പോകാൻ പറ്റില്ല. ഞാൻ കുറെ പ്രാവശ്യം പോകാൻ ശ്രമിച്ചാണ്, എന്നെ കൊണ്ടുപോകുന്നൊക്കെ. ഞാൻ അതിന്റെ വീഡിയോ ഡോക്യുമെന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഒരു തരത്തിൽ അവർ സമ്മതിച്ചില്ല. ഞാൻ 2-3 വർഷം തുടർച്ചയായിട്ട് അതിന് പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അവർ സമ്മതിച്ചില്ല. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കും. പലതരം വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. നീ അവിടെ പോയിട്ട് ഇനിയിപ്പോ നീ എങ്ങനെ അവിടെ പോയാണ്ട് നീ ഫോട്ടോ എടുത്താൽ അത് പതിയില്ല എന്നൊക്കെ പറയും, ക്യാമറയിൽ പതിയില്ല എന്നൊക്കെ പറയും. അങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവരവിടെ എത്തിയിട്ട് വൈകുന്നേരത്തോടെ
അവർ പുറപ്പെടും. അല്ല ഇവിടുന്ന് രാവിലെ രാവിലെ പുറപ്പെടും. ഈ മുളയുടെ തണ്ട്, അതിനകത്ത് വെള്ളം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഭയങ്കര ഡിഫറെന്റാ. അവരുടെ സാംസ്കാരികമായി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വസ്ത്രധാരണം അതൊക്കെ ഡിഫറെന്റാ. അപ്പൊ അവര് പോകും. സാധാരണ ശിവരാത്രി ഉത്സവത്തിന് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ അമ്പലത്തിന് മുമ്പിലുള്ള വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയൊക്കെ നടക്കും. ഈ നമ്മളെ പാർക്ക് ഉണ്ടാവില്ല, അമ്യൂസ്മെന്റ് പാർക്കിൽ ഉണ്ടാവുന്ന ജയന്റ് വീലും മറ്റേ തോണിയും ഇങ്ങനത്തെ കുറച്ച് ഈ ആൾക്കാർക്ക് ഉല്ലസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അതൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും തുടങ്ങൂല. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും. രാത്രി വൈകിട്ട് 6 മണി 7 മണി ആ സമയമാകുമ്പോൾ അവരവിടെ എത്തിയിട്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ദീപം തെളിക്കും രാത്രിയിൽ. അപ്പൊ ഈ അമ്പലത്തിൽ നിന്ന് നോക്കിയാൽ മല്ലീശ്വര ക്ഷേത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മലയുടെ മുകളിലേക്ക് കാണാൻ പറ്റും. അവിടെ അത് കാണും. ആ ജ്യോതി തെളിഞ്ഞ് കാണുമ്പോ എല്ലാരും കൂടി കൈയൊക്കെ കൂപ്പി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയാണ് ഈ അമ്പലത്തിലെ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. മൊത്തം ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ട് പിന്നെ പെട്ടെന്ന് ഭയങ്കര ആഘോഷമായി പോകും. അതുവരെ അവിടെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ദീപം തെളിയുന്ന കാത്തിരിക്കും. അങ്ങനെ ഒരു ഭയങ്കര ഡിഫറെന്റ് സംഗതിയാ. മുകളില് വളരെ ഭംഗിയുള്ള കാഴ്ചകളായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുള്ള നമുക്ക് പോകാൻ പറ്റില്ല. പോകാൻ പറ്റുമെന്ന് ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. ഈ മൃഗങ്ങളൊക്കെ ഉള്ള കാടും സംഭവമാണ്. പോകാൻ പറ്റിയെന്ന് നൈസ് എക്സ്പീരിയൻസ് ആവുമായിരുന്നു. അവരുടെ ആചാരങ്ങളൊക്കെ കാണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷേ അനുവദിക്കുന്നില്ല. അതല്ല, പിന്നെ ആലോചിച്ചേക്ക് രാവിലെ 6-7 മണിയാകുമ്പോഴായിരിക്കും ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നത്. വൈകിട്ട് വരെ നടക്കുകയല്ലേ, റോഡ് നടപ്പ് അല്ലേ. പിന്നെ ചിലപ്പോ തിരിച്ചു വരുന്നത് രാത്രിയിലായിരിക്കും. രാത്രിയിലാണ് പിറ്റേ ദിവസം വരാതെ കേട്ടോ. എനിക്കറിയില്ല. എന്തായാലും ചടങ്ങ് കഴിയുമ്പോൾ തിരിച്ചു വരും. അല്ല തിരിച്ചു വരും ആണെങ്കിൽ പോലും കണ്ടിന്യൂസ് നടപ്പല്ലേ. നടപ്പായിരിക്കും. നമ്മളെ കൊണ്ട് എത്തുമെന്ന് അതാണ്. പക്ഷെ നമ്മൾ ട്രൈ പിന്നെ അവസാനം നമ്മളെ തൂക്കിക്കൊണ്ടുപോകാൻ വേണ്ടി വേറെ ആളെ വിളിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും നമുക്ക് പറ്റുമെന്നല്ലോ. പെർമിഷൻ കിട്ടി നമ്മള് പോകും എങ്ങനെങ്കിലും. അത് ശരിയാ. അപ്പൊ അങ്ങനെ ഒരു ഇവിടെ പറ്റുകയാണെങ്കിൽ അട്ടപ്പാടി ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശിവരാത്രിക്ക് വന്ന് നോക്കുക. ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അമ്പലത്തിൽ നല്ല രസമാണ് അവിടെ. ഞാൻ മിക്കവാറൊക്കെ എല്ലാ ശിവരാത്രിക്കും വരാറുണ്ട്. ഒരുപാട് ആൾക്കാർ വരും. നല്ല ആൾക്കാർ. അപ്പൊ ഈ ശരിക്കും ഈ പൂജകളൊക്കെ ചെയ്യുന്നത് ഇവിടെ അവര് തന്നെയാണ് ഈ ക്ഷേത്രത്തില്. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അതല്ലേ. അപ്പൊ അവരുടെ ഒരു പ്രധാന ഉത്സവമാണ് ആദിവാസികളുടെ, ഇവിടുത്തെ ആദിവാസികളുടെ. അതായത് 193ഓളം ആദിവാസി ഊരുകൾ ഉണ്ട് എന്നാണ് എന്റെ ഒരു അറിവ് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഈ ഊരുകളിൽ നിന്നൊക്കെ ആളുകൾ എത്തും. അതായത് ഈ ഉത്സവത്തിന് വേണ്ടി മാത്രം ഇറങ്ങുന്നവരുണ്ട്. അതായത് വർഷം മുഴുവൻ അവിടെ അവരുടെ ഊരിൽ മാത്രം ജീവിച്ചിട്ട് ഈ ഉത്സവത്തിന് മാത്രം പുറത്തിറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, ഞാൻ വേറെ കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അട്ടപ്പാടിയില്, സ്ഥലപ്പേര് ഞാൻ ഓർമ്മയില്ല, കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് അവർക്ക് മലയാള ഭാഷ അറിയില്ല. മലയാള ഭാഷ അറിയില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അട്ടപ്പാടിയില്. ഇവിടെ പല സ്ഥലത്തും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാന്ന് തോന്നിപ്പോ നമുക്ക്. അല്ല, തമിഴ് അവരൊക്കെ അറിയത്തില്ല. ഗോത്ര ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. ഞാനിതിപ്പോ അമ്മൂമ്മമാരൊക്കെ പ്രായം ചെന്ന മുമ്പ് അപ്പൊ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് മലയാളം അറിയാവോ? അപ്പൊ അവർ പറയുന്നത് മലയാളം അറിയില്ല. അവര് വേറെ ഭാഷ പറയുന്നത്. തമിഴ് കേൾക്കും പറയല്ല, നമുക്ക് തമിഴ് കേൾക്കും പറയാലോ. തമിഴും അല്ല അവർ സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ സംസാരിച്ച ഒരാൾ പറഞ്ഞില്ലേ ഏത് ഭാഷ സംസാരിക്കുന്നത്? തമിഴാണോ? അല്ല. മലയാളമാണോ? അല്ല. തമിഴും മലയാളവും പിന്നെ ഇവരുടെ ഭാഷയും കൂടി മിക്സ് ആയിട്ടില്ല. അതിന് അവര് പറഞ്ഞ പേര് ആദിഭാഷ എന്നാണ്. ആദിവാസി ഭാഷ അല്ല, ആദിഭാഷ. ഇരളർ ഇവിടെ സംസാരിക്കുന്ന ഇരള ആ ഒരു ഭാഷയാണ്. അവർക്ക് ലിപിയില്ല. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ബംഗാളിൽ പോയ സമയത്ത് ടോട്ടുപാറ സ്ഥലത്ത് പോയി. അവിടെ പോയപ്പോഴത്തേനും ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. അവർക്ക് ടോട്ടോ ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ പരിചയപ്പെട്ട ആള് ലിപി കണ്ടുപിടിച്ചു. ലിപി കണ്ടുപിടിച്ച് പുസ്തകങ്ങളിലായി ആൽഫബറ്റ് വന്നു. കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടുകയും ചെയ്തു. വളരെ അതായത് ഒരു ഉൾഗ്രാമത്തില്, അതായത് ആ കമ്മ്യൂണിറ്റി അവിടെ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളിൽ താമസിക്കുന്ന അവിടെ നിന്ന് ഒരാള് പത്മശ്രീ വരെ വാങ്ങിച്ച് ഈ ഒരു ഭാഷ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കുമല്ലോ. ഭാഷയുണ്ട്, ലിപി കണ്ടുപിടിച്ചു. അത് നല്ലൊരു മനുഷ്യനാണ്. പുള്ളി ഹിന്ദി അത്യാവശ്യം അറിയാം. പുള്ളി ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, ടോട്ടോ ഭാഷ അറിയാം, ബംഗാളി അറിയാം. പിന്നെ വേറെ 1-2 ഭാഷയുടെ അവർക്കറിയാം. നേപ്പാളി അറിയാം, ഭൂട്ടാനി അറിയാം. പുള്ളി അത്യാവശ്യം ഭാഷ അറിയാവുന്ന ഒരാളാണ്. അവിടുത്തെ അധികം വിദ്യാഭ്യാസം ഒന്നും ആളല്ല അദ്ദേഹം. പക്ഷെ അദ്ദേഹം എല്ലാ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച് ഒരു ലിപി കണ്ടുപിടിച്ച് അങ്ങനെ വളരെ ഇതായി. അത് മാത്രമല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടുകയും. അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള യാത്രകളിലാണ് നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്നതൊന്നും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നവരില്ലല്ലോ. യാത്ര ചെയ്യുമ്പോ ആ നാടിന്റെ ഇങ്ങനത്തെ ചരിത്രവും കഥകളൊക്കെ അറിയുമ്പോ യാത്ര കൂടുതൽ രസമാണ്. വെറുതെ നമ്മളിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയും കണ്ടു പോകുന്നതിനപ്പുറം ഇവിടുത്തെ ഇവരുടെ ജീവിതം, ഇവരുടെ സംസ്കാരം,
ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫീൽ അല്ലേ, ഫീലാണ്, പഠിക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ. ഇപ്പൊ തന്നെ നമ്മളിപ്പോ ആ ഊരിൽ പോയി, ഊരിലെ കാഴ്ചകൾ കണ്ടു, അവരുടെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. ഇൻട്രസ്റ്റിംഗ് അല്ലേ അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈമാ. അല്ല, വേറൊരു കാര്യമുണ്ടേ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളിപ്പോ നരസിംഹക്ക് വന്നു. നരസിംഹക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇടിയുണ്ട്, എന്നാലും ഞാൻ പറയാതെ വേണം പോയി കാണാം. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ കണ്ടു, ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ വീടിന്റെ ഭാഗത്ത് വന്ന് ഈ ഒരു ഗ്രാമത്തിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അട്ടപ്പാടിയിലെ വിശേഷങ്ങൾ. അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു, കാഴ്ചകൾ നമുക്ക് കാണാം ഇനിയും. എന്തായാലും ഇന്ന് നമ്മുടെ ഓഫീസ് ലീവ് ആയിരുന്നുകൊണ്ട് ചുട്ടി ഹിന്ദിയിൽ പറയുമ്പോ കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാണ്. രസമായി അല്ലേ? രസമായി. നമ്മൾ പുതിയ സ്ഥലം കണ്ടു. അതാണ് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അട്ടപ്പാടി. ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് അട്ടപ്പാടി. കാരണം ഈ തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാരൊന്നും ഈ ഒരു ഭാഗത്തേക്ക് ചിലപ്പോൾ വന്നിട്ട് കാണില്ല. കൊല്ലം അട്ടപ്പാടി എന്താണ് കാണാനെന്ന് ചോദിക്കരുത്, ഇവിടെ ഒന്നുമില്ല. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു പോയിന്റ് ഒന്നും പറയാനില്ല. ഈ ഒരു നരസിംഹക്കൊക്കെ ഒരു പക്ഷെ പറയാം, അതിനപ്പുറത്തേക്ക് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നും പറയാൻ കാര്യമായിട്ടില്ല. പക്ഷെ അട്ടപ്പാടി കാണാനല്ല, അട്ടപ്പാടി എക്സ്പീരിയൻസ് ചെയ്യാനാണ് അല്ലെ. പിന്നെ വഴി ഫീൽ ചെയ്യാൻ. അതാണ് ആ എൻട്രി. നമ്മൾ ആ അകത്തേക്ക് വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ആ ഒരു ചിത്രം, ആ ചിത്രമാണ് ശരിക്കും അട്ടപ്പാടിനെ. ചുരം കയറുമ്പോ ഇപ്പൊ ഒരു 2-3 വർഷം മുമ്പ് എങ്ങാണ്ടാണ് അത് ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൂടി ഒരു വരച്ചൊരു ചിത്രം. അട്ടപ്പാടി എന്റെ അർത്ഥം എന്താ പറയുക? എന്റെ അട്ടപ്പാടി, എമിത്തട്ടപ്പാടി. അത് അവരുടെ ഭാഷയിലാണ്, ഇവരുടെ ഭാഷ. ഓക്കെ ഓക്കെ. അത് നല്ലൊരു ക്യാപ്ഷനുമാണ്, നല്ലൊരു ചിത്രമാണ്. അപ്പൊ അത് കണ്ടുവരുമ്പോഴേ തന്നെ നമുക്ക് ശരിക്കും അട്ടപ്പാടിയുടെ ഒരു രൂപരേഖ കിട്ടുന്ന തുടങ്ങും നമ്മൾ അട്ടപ്പാടി ഫീൽ ചെയ്യാൻ. നല്ല രസം. ഒരു വനയാത്ര ആസ്വദിക്കാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രാമങ്ങൾ കാണാം. മാത്രമല്ല ഈ വ്യൂ പോയിന്റ്സുകൾ ധാരാളം ഉണ്ട്. പിന്നെ ഇവിടെ വന്ന് ഒന്ന് കണ്ടു പോവുക, ഒരു രസം, ഒരു ഡ്രൈവ് ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ. നമുക്കിപ്പോ ഒരു ദിവസം കടന്നു പോയത് പോലും നമ്മൾ അറിഞ്ഞില്ല അല്ലെ. എന്ത് പെട്ടെന്ന് കടന്നു പോയത്, വൈകിട്ടായി പെട്ടെന്ന് തന്നെ, അത്രയും ഫാസ്റ്റ് ആയിട്ട് പോയി. അതാണ് അട്ടപ്പാടിയുടെ ഒരു പ്രത്യേകത. പറഞ്ഞു കഴിഞ്ഞാല് കണ്ടിന്യൂ അതെനിക്കറിയാം, കണ്ടിന്യൂ പറഞ്ഞിട്ട് കഴിച്ചോണ്ടിരിക്കുക. എന്താ അവസ്ഥയെ. ഞങ്ങള് വെറുതെ വരുന്ന വഴിക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാ പിന്നെ നീ ഈ വെള്ളവും ചിപ്സും വാങ്ങിയപ്പോ ആൾക്കാർ വിചാരിച്ചു കാണും അടിക്കാൻ പോകുന്നുണ്ട്. ആൾക്കാര് അതായിരിക്കും വിചാരിച്ചത്, തണുത്ത വെള്ളവും ചിപ്സും രണ്ടര അടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ മദ്യ നിരോധന മേഖലയാണ്, അതൊരു കാര്യം കൂടെ ഓർക്കണം. വെള്ളം അടിക്കാനായിട്ട് ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. ഇനി ചെക്കിങ് ഉണ്ടെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫൈൻ കൊടുക്കേണ്ടി വരും, ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ വേറെ എന്താ, ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് CNG കുറിച്ചാണ്. എന്തെങ്കിലും CNG ഒക്കെ പെട്രോൾ വാഹനങ്ങളിൽ ചെയ്യണമെങ്കിൽ ഇപ്പൊ അറിയാലോ പെട്രോളിന്റെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അറിയായിരിക്കും, നീ അറിയാത്തവരോട് പറയാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ചെറിയൊരു ബിസിനസ് ഉണ്ട്. നമ്മുടെ പെട്രോൾ വാഹനങ്ങൾ CNG-യിൽ ഓടാൻ വേണ്ടിയിട്ട് അതിന്റെ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് ഗ്യാസ് ഡ്രൈവ് CNG ഫിറ്റ്മെന്റ് സെന്റർ മണ്ണാർക്കാട്. ഇപ്പൊ അറിയാം, പെട്രോളിന് മുടിഞ്ഞ വിലയാണ്. അപ്പോ ആ വില കൊടുത്തിട്ടും 12-13 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ ഏകദേശം ഇരട്ടി മൈലേജ് കിട്ടും നമ്മുടെ CNG-ക്ക്. CNG-ക്ക് ഏകദേശം 10-15 രൂപ വിലയും കുറവായിരിക്കും. അപ്പോൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാസത്തെ ഇന്ധന ചെലവ് നോക്കിയാൽ അത് പകുതിയിലേക്കും കുറക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ വണ്ടി CNG-യിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വിളിക്കാം, നമ്മൾ നമ്പർ കൊടുക്കും. അപ്പം ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇടി വെട്ടുന്നുണ്ട്, മഴയും പെയ്യാൻ തുടങ്ങി, ഓരോ പള്ളികൾ വീണ് തുടങ്ങി. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളായിട്ട് വരാം. അതുവരെ അവർക്കും ബൈ.